നല്ലൊരു അക്കാഡമി ഉണ്ടായിരുന്നു ലോച്ചാർന്നത്. അത് under-17 ഒരു അക്കാഡമി ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ അതിന്റെ നെറ്റിന്റെ അവിടെ പോയി ഇങ്ങനെ ഇപ്പോൾ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക അക്കാഡമി. എന്റെ ലിസ്റ്റ് അയച്ചത് ഇന്ത്യൻ ക്യാമ്പിന് ശേഷം ഇന്നലെ തന്നെ തമ്മിനോട് ചോദിച്ചു, തമ്മി ശരിക്കും നീ ഫുട്ബോളിൽ ഇന്ത്യൻ പ്ലെയർ ആയോ എന്നുള്ളത്. സത്യം ഞാൻ ചോദിച്ചു, ശരിക്കും നീ ആയതും ഓരോ കാര്യങ്ങൾ വീഡിയോസ് ഇടുമ്പോഴും ഒക്കെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, അത് എൻ്റെ ഫ്രണ്ട്സ് അവൾക്ക് വേണ്ടിയിട്ട്, അതായത് പുഷ്പാഞ്ജലിയ അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കഴിക്കുന്നു, അവൾക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, സ്പർശന ആർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് തമീന ഫാത്തിമ. എറണാകുളത്തുള്ള ഈ കൊച്ചുമിടുക്കി ഇന്ത്യൻ ടീമിൻ്റെ ഗോൾ കീപ്പറാണ്. അതിനേക്കാളും എനിക്ക് വലിയ സന്തോഷം, ഈ വർഷം കല്ലറക്കൽ ഫൗണ്ടേഷൻ്റെ റൈസിംഗ് സ്റ്റാർ അവാർഡ് കൊടുത്ത് നമ്മൾ ആദരിച്ച കുട്ടിയാണ് തമീന ഫാത്തിമ. ആ സമയത്ത് അവൾ ക്യാമ്പിലായിരുന്നു, ഇന്ത്യൻ ക്യാമ്പിലായിരുന്നു, under-17 ക്യാമ്പിലായിരുന്നു. അമ്മയാണ് വന്ന് അവാർഡൊക്കെ ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച് 2026 നടക്കുന്ന ഏഷ്യൻ കപ്പിന് വേണ്ടി ക്വാളിഫൈ ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം മലയാളികളായ ഓരോ ഫുട്ബോൾ പ്രേമികളുമായിട്ടും ഞങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അതി സന്തോഷത്തിലാണ്. കാരണം നമ്മൾ അവാർഡ് കൊടുത്തൊരു കുഞ്ഞ് ഇത്രയും വലിയൊരു അത്യുന്നതങ്ങളിൽ എത്തിയ പോലെയാണ്. നമുക്കറിയാലോ, നമ്മൾ 3.5 കോടിയിൽ കൂടുതൽ മലയാളികൾ ഉള്ളതിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ഏക പെൺകുട്ടിയാണ് തമീന ഫാത്തിമ. അപ്പോൾ തമീനയുടെ വിശേഷങ്ങൾ, തമീന വളർന്നു വന്ന വഴികൾ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് തമീനിൽ നിന്ന് തന്നെ കേൾക്കാം. ഹായ് തമീന, സ്പർശന ആർട്സിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നപ്പോൾ വലിയ സന്തോഷത്തിലാണ്. കാരണം ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുക, ഇന്ത്യക്ക് വേണ്ടി കളിക്കുക, അടുത്ത ഒരു വലിയൊരു ടൂർണമെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, അതൊക്കെ വലിയ സന്തോഷമാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ വന്ന വഴി എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം? ഈ ഫുട്ബോൾ കളിക്കണം അല്ലെങ്കിൽ ഗോൾ കീപ്പർ ആവണമെന്ന് മോളോട് ആരാണ് പറഞ്ഞത്? അല്ല, എൻ്റെ ചേട്ടൻ ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കളിക്കാൻ പോയിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചേട്ടനോട് പോയിട്ട് അവിടെ ഇങ്ങനെ ഗ്രൗണ്ടിനവിടെ പോയി ഇങ്ങനെ വെറുതെ നിൽക്കാം അങ്ങനെ. അപ്പോൾ ചേട്ടനാ ടൈമിൽ ക്യാമ്പിനുണ്ടായിരുന്നു, നമ്മളിവിടെ ചെറിയ ലോക്കൽ ക്യാമ്പായിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് കോച്ച്, എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ജാവേദ് എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ ആളെന്നെ ഇങ്ങനെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നു. എന്നെ അക്കാഡമിയിലാക്കിയത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ആക്കി. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് കളിച്ച്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ചേട്ടനുണ്ട്, സുഹേൽ എന്നാണ് ആളുടെ പേര്. ആളെനിക്ക് ഇങ്ങനെ ഫുട്ബോൾ എന്താന്ന് പഠിപ്പിച്ചെന്നു. ഫുട്ബോൾ റൂൾസും ഫുട്ബോൾ പ്ലെയേഴ്സും എനിക്ക് ആരുടെ പേരോ ഒന്നും അറിയില്ലായിരുന്നു. ആൾ പഠിപ്പിച്ചു തന്നു. പിന്നെ എൻ്റെ ചേട്ടനെപ്പോഴും എല്ലാവരും ഞങ്ങൾ 3 പേരും കൂടെ എപ്പോഴും രാവിലെ കളിക്കാൻ പോയിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് വേറെ കുറച്ച് ചേട്ടന്മാരായിട്ടൊക്കെ ഞങ്ങൾ ടർഫിൽ കളിക്കാൻ പോയിരുന്നു. അങ്ങനെ നമ്മൾ വീട് മാറി നമ്മൾ ഇവിടെ അടുത്തൊരു വീടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ടർഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പുറത്തപ്പോൾ ആ ടർഫിൻ്റെ അങ്ങനെ അവിടെ നല്ലൊരു അക്കാഡമി ഉണ്ടായിരുന്നു, ലോച്ചാർന്നത്. അത് under-17 ഒരു അക്കാഡമി ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ നെറ്റിൻ്റെ അവിടെ പോയി ഇങ്ങനെ ഇപ്പോൾ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക അക്കാഡമി. അപ്പോൾ അവിടുത്തെ ഓണർ ഡെറിക് സാറിനോട് വന്നിട്ട് പറഞ്ഞു, നീ ഇറങ്ങി കളിച്ചോ. അങ്ങനെ ഇറങ്ങി കളിച്ച് പിന്നെ ഓരോ ഇങ്ങനെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിന്നെ അങ്ങനെ ആയിരുന്നു. ലോർഡ്സിന് വേണ്ടി ഏതെങ്കിലും ടൂർണമെന്റിൽ ലോർഡ്സിന് വേണ്ടി ഫ്രണ്ട്ലി മാച്ചസ് കളിച്ചിട്ടുണ്ട് അല്ലേ? കേരള സ്റ്റേറ്റിന് വേണ്ടി ഏതൊക്കെ കളിയാണ്? കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നാഷണൽസ് കളിക്കാൻ പോകുമ്പോഴേക്ക് ഇന്ത്യൻ ക്യാമ്പിലേക്ക് വിളിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ ലാസ്റ്റ് പോയത് ഇന്ത്യൻ ക്യാമ്പിൽ ആദ്യമായിട്ടാണോ പോയത്, അതോ അതിന് മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് പോയത്. ആ പ്രാവശ്യം കിട്ടിയില്ല, എനിക്ക് ഇഞ്ചുറി പിന്നെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആ വർഷം കിട്ടുമെന്ന്. പക്ഷെ ആ വർഷം കിട്ടിയിട്ടുണ്ടായില്ല. അത് ചെറുതായിരുന്നു, ഇത് സൗത്ത് ഏഷ്യ ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ വർഷം കിട്ടിയത് ഏഷ്യൻ കപ്പാ. ഏഷ്യയിലെ കിട്ടിയ അടുത്ത കളി എവിടെ വെച്ചിട്ടാണ് ഏഷ്യൻ കപ്പിന്റെ? ചൈനയിലെ കളിയാണ്. ചൈന വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കോച്ച് ആരാണ്? കോച്ച് ആളൊരു ഫോറിൻ കോച്ചാണ്. എങ്ങനെയുണ്ട് ആള്? നല്ലൊരു എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ആള് ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും പോയി ഓപ്പൺ ആയിട്ട് ആളോട് പറയാ. നല്ലൊരു പ്രശ്നമൊന്നുമില്ല. ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളാണ് നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്നത്? മണിപ്പൂര്, ജാർഖണ്ഡ്, മണിപ്പൂരും ജാർഖണ്ഡ് കൂടുതലുണ്ടായ. പിന്നെ തമിഴ്നാട് 1-2 പിള്ളേര്, ഗോവ, അങ്ങനത്തെ. ഇവിടെ കേരളത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും കുട്ടികൾ ക്യാമ്പിലുണ്ടായിരുന്നു?
ആ രണ്ടുപേരും ട്രയൽസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏത് പൊസിഷനിൽ കളിക്കുന്നവരാ? അവര് മിഡ്ഫീൽഡറും പിന്നെ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു ലോകമാണ്. ഫുട്ബോളിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്. നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ളൊരു ലോകമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശത്തല്ലേ പോയി കളിച്ചിട്ട് വന്നു, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമെങ്കിൽ? ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് വെച്ചാല് അതൊരു ഡ്രീമായിരുന്നു. നമുക്ക് പുറത്ത് ചുമളപ്പോൾ ടി വി കാണും പ്ലേയേഴ്സ് അങ്ങനെ ഇങ്ങനെ അവർ ട്രാവൽ ചെയ്യണം, ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ പോകണമെന്ന്. പക്ഷെ എൻ്റെ ഈ ഒരു ഏജിൽ എനിക്ക് പോയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അവിടെ അവിടുത്തെ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഭാഗ്യം തന്നെയാണ്. നമ്മള് കളി തുടങ്ങുന്നതിന് മുമ്പ് നാഷണൽ ആന്തം അതൊരു ഭയങ്കര പ്രൗഡ് തന്നെയാ. ആ ഒരു മൊമെന്റ് എനിക്ക് ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് തോന്നിയത് അതായിരുന്നു. എന്റെ ജേഴ്സി ഇങ്ങനെ തൂക്കിട്ടേക്ക അതൊക്കെ കാണുമ്പോ ഭയങ്കര, അതിനൊക്കെ ഭയങ്കര ഭാഗ്യം വേണം. അതൊക്കെ കിട്ടുന്നില്ല. ഫുട്ബോളിൽ ഏറ്റവും ഓർമ്മ നിൽക്കുന്ന ആ ഒരു മൊമെന്റ് ഏതാണ്? ഇതുവരെയുള്ള യാത്രയിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്റെ ലിസ്റ്റ് അയച്ചത് ഇന്ത്യൻ ടീമിൽ ക്യാമ്പിന് ശേഷം സാർ ഇങ്ങനെ വായിച്ചു. പിന്നെ അങ്ങനെ 3 ഗോൾ കീപ്പറുടെ പേര് വെച്ചു. അതാണ് എനിക്ക് ഏറ്റവും പ്രൗഡ് ആയിട്ട് തോന്നിയത്. കളിക്കാനുള്ള ഫൈനൽ 11 കളിക്കാനുള്ള ചാൻസ് കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് ആ ടൈമിൽ തന്നെ ഇറക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ എന്റെ മൂക്കിനും ചെയ്യുന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായി, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായപ്പോ ബെഞ്ചിലേ കണ്ടു. പിന്നെ ഇവിടുത്തെ വീട്ടിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ? വീട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, എൻ്റെ ഉമ്മ സപ്പോർട്ട് ചെയ്തു. ഉമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മേ ബി ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവണമെന്നുണ്ടായിരുന്നില്ല. ആള് നോർമൽ ആയിട്ടുള്ള പാരന്റ്സെ പോലെ അല്ല എൻ്റെ ഉമ്മ ഒരു റയറായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. നോർമൽ ഞാൻ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് തോന്നിയേക്കുന്നത്. അപ്പോൾ നോർമലി നമുക്ക് ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ ഒന്നും ഇടാൻ പാടില്ല ആക്ച്വലി. പക്ഷെ എൻ്റെ ഉമ്മ അതൊന്നും മൈൻഡ് ആക്കില്ല, ഫാമിലിയോ അങ്ങനെ ഒന്നും മൈൻഡ് ആക്കില്ല. ആളെന്നാ ഇട്ടപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ മുടിയൊക്കെ വെട്ടി ഇങ്ങനെ നടക്കുന്നതിനൊക്കെ ഉമ്മയുടെ ഫുൾ സപ്പോർട്ടാണ്. ഉമ്മ സപ്പോർട്ടാ, അതാണ് വേണ്ടത്. അതെനിക്ക് വേണ്ടത്. നമുക്ക് നാളെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക, ഇന്ത്യക്ക് വേണ്ടി. ഞാൻ അന്ന് നമ്മുടെ അവാർഡ് ദാന ചടങ്ങിന് ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ മെൻസ് ടീം ക്വാളിഫൈ ആവില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നാളെ നമ്മുടെ ഗേൾസിന്റെ ടീം വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യും, ഡെഫിനറ്റ്ലി ക്വാളിഫൈ ചെയ്യും. അതിനുള്ള ഒരു വഴികളാണ്. അപ്പോൾ നാളെ മോക്കും ആ മെയിൻ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ സാധിക്കട്ടെ, അതുപോലെ ആ വേൾഡ് കപ്പിന് വേണ്ടി കളിക്കാനൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഇനി വിദ്യാഭ്യാസത്തെ പറ്റി ഒന്ന് പറഞ്ഞു. മോൻ്റെ സ്കൂളിൽ പോകുന്നത് ഏത് സ്കൂളിലാണ്? ഞാൻ ഈ SRV പഠിക്കണ 10ല്. ഇപ്പൊ ഈ വർഷം എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല സ്കൂളൊന്നും. ഇപ്പൊ ക്യാമ്പ് ആയിട്ട് ഇങ്ങനെ പോവാ. ടീച്ചർമാരൊക്കെ സപ്പോർട്ടാ. അവര് പറഞ്ഞു ഇന്ത്യൻ ടീമിൽ പോയി അറ്റൻഡ് ചെയ്ത് വന്നപ്പോ അവരെല്ലാരും നാളെ അവര് വിളിച്ചതിന്റെ ഇങ്ങനെ സ്വീകരണമായിട്ട്. അടിപൊളി. അത് വലിയ സന്തോഷമല്ലേ? കാരണം നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മളെ ആദരിക്കപ്പെടുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ലല്ലോ. വലിയ ഓരോ സ്കൂളിലും 1500 2000 കുട്ടികളുണ്ടാവില്ലേ, അതിലൊരാൾ നമ്മളെ ആദരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഫുട്ബോളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കളിക്കാരനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്താണ് അതിന്റെ കാരണം? ഒബ്വിയസ്ലി ആളൊരു ഇല്ലാത്തടന്ന് വന്ന ഒരാളാ. ഭയങ്കര ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, ഭയങ്കര മൈൻഡ് സെറ്റ്, എല്ലാ മൈൻഡ് സെറ്റ്, ഡിസിപ്ലിൻ, അതൊക്കെ നോക്കുമ്പോൾ ക്രിസ്ത്യാനോ തന്നെയാണ് എനിക്ക് ഒരു കിട്ടിയത്. ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും? പ്രാക്ടീസ് ആക്ച്വലി എനിക്കിപ്പോ എവിടെയും വർക്കില്ല. ആക്ച്വലി ഞാനിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചേട്ടന്മാരായിട്ട് പോകും, രാത്രി അവരായിട്ട് കളിക്കാൻ പോകും, പിന്നെ രാവിലെ നമ്മുടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ പോയി വർക്ക് ചെയ്യും. ഇവിടെ ആമ്പിള്ളേരുടെ കൂടുതലാണോ? ചേട്ടന്മാരായിട്ടാ. അവരില്ലാതെ ചിലപ്പോ എനിക്ക് ഗേൾസ് ആയിട്ട് കളിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടില്ല കളിക്കാൻ. പിന്നെ ഇവരായിട്ട് കളിച്ചപ്പോ ഒരു ഷോട്ട് തടുക്കാനൊക്കെ ഭയങ്കര ഒരിത് വന്നു. അപ്പൊ അവരായിട്ട് കളിച്ചോണ്ടാണ്. കാരണം ഗേൾസിന്റെ ഷോട്ടും ബോയ്സ് ഷോട്ടും വ്യത്യാസം ഇപ്പൊ ഇല്ല. ഇപ്പൊന്ന് പറയുമ്പോ ഗേൾസും ബോയ്സും ഒക്കെ കണക്കാവും. ഇപ്പൊ ബോയ്സിനാലും ബെറ്റർ ആയിട്ട് ഗേൾസ് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാരും അടിപൊളിയാണ്. അപ്പൊ ഇക്കാക്കമാരായിട്ട് കളിച്ചപ്പോ ഇനിയിപ്പോ അടുത്തത് എന്താണ്? ഇപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്ന വല്ല കളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ നമുക്ക് IWL വരുന്നുണ്ട്. അതെനിക്ക് ഇന്ത്യയുടെ ഏഷ്യൻ കപ്പ് 26. അതിന് മുമ്പില്ല. ഇത് ലീഗ് എവിടെ വെച്ചാണ്? IWL എവിടെ വെച്ചാൽ കൺഫേം ആയിട്ടില്ല. ഉടനെ ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും അല്ലേ? സിനിമയുടെ ഒരു പന്ത് കളിക്കാരി ആയിരുന്നു? അല്ല. എന്താണ് പന്ത് കളിയോട് ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകാനുള്ള കാരണം? എനിക്ക് അതിന് ഫുട്ബോളിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ക്രിക്കറ്റ് കാണുമായിരുന്നു നന്നായിട്ട്.
പിന്നെന്ന് വെച്ചാൽ ഇവളെന്ന് വെച്ചാൽ തമ്മിന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിന്, അതായത് ഓട്ടം ചാട്ട് ഇതിനൊക്കെ അത്യാവശ്യം സമ്മാനമൊക്കെ വാങ്ങിച്ചു വരുമായിരുന്നു. പിന്നെ ഇയാളിങ്ങനെ കളിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരുണ്ട് ജാവേദ് സാറിനോട് ഞാൻ കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെ അവർക്ക് കളിക്കണമെന്ന് പറഞ്ഞാൽ എന്നാലും ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് വിടാൻ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ബാല്യകാല കോച്ച് ജാവേദ് സാറായിരുന്നു. അവിടെ നിന്ന് ആള് കോച്ചിങ് ഒക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഇവരുടെ ബ്രദറും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കളിക്കാൻ പോകുമായിരുന്നു. പിന്നെ എന്താണ്, എൻ്റെ ഇക്കാക്കാൻ്റെ മക്കളുണ്ട്, അവരായിട്ട് പോയി കളിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ലോഡ്സ് അവിടെ നിന്ന് ഡെറിക് സാറിനെ പരിചയപ്പെട്ടതും ഡെറിക് സാർ എന്നെ വിളിപ്പിച്ചു. അങ്ങനെ പിന്നെ ഡെറിക് സാറിൻ്റെ അവൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ കളിച്ചു തുടങ്ങിയപ്പോൾ എന്താ പറയുക, പഠിച്ചവനോട് ശരി. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് സത്യം ഒരു 15 വയസ്സിൽ എന്താ പറയുക, സത്യം ഞാൻ പ്രതീക്ഷയിൽ ഇങ്ങനെ അവൾ ഇങ്ങനെ വരുമെന്നുള്ളത്. എന്തായാലും പഠിച്ചവനോട് നന്ദി പറയണം. ഇന്ത്യൻ ടീമിൽ കളിച്ച് അതിലെ സെലക്ഷൻ കിട്ടി കളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത്? സത്യം ചിലപ്പോൾ ഞാൻ ഇന്നലെ തന്നെ തമ്മിനോട് ചോദിച്ചു, തമ്മി ശരിക്കും നീ ഫുട്ബോളിലേക്ക് ഇന്ത്യൻ പ്ലെയർ ആയോ എന്നുള്ളത്. സത്യം ഞാൻ ചോദിച്ചു, ശരിക്കും നീ ആയോ തമ്മി എന്നുള്ളത്. കാരണം എനിക്ക് തന്നെ പിന്നെന്ന് വെച്ചാൽ ആ ഫോറിൻ കോച്ച് അവൾ പറയുന്നുണ്ട്, അതായത് അവൾ എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആള് ആ പിള്ളേരെ കഴിവിനെ അയാൾ നോക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു അങ്ങനെ ഇത് കിട്ടിയത്. പിന്നെ ഇനിയും പഠിച്ചവനും അതായത് അവളെ കഴിവ് കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. മോക്ക് ഇപ്രാവശ്യത്തെ കല്ലറിക്കൽ ഫൗണ്ടേഷൻ്റെ റൈസിംഗ് സ്റ്റാർ അവാർഡ് കിട്ടിയപ്പോൾ അന്ന് അത് തന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ആ മൊമെൻ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എന്താ പറയുക, കാരണം ഞാൻ ഓഫീസിൽ കാര്യം പറഞ്ഞപ്പോൾ, കാരണം അതായത് പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, കൂടുതൽ എല്ലാവരും പറയുന്നൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇവളിങ്ങനെ ആവണയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്ത്, കാരണം വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുമല്ലോ മക്കൾക്ക്, തീർച്ചയായിട്ടും. അപ്പം ആ ഒരു സപ്പോർട്ട് എന്താ പറയുക, പിന്നെ അവളെ കഴിവ്, പിന്നെ നമ്മൾ എല്ലാവരും അവൾക്ക് വേണ്ടി പലരും പല രീതിയിൽ അവൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് എല്ലാവർക്കും അവൾക്കൊരു പ്രാർത്ഥിച്ചത്, അതായത് ഓരോ കാര്യങ്ങൾ വീഡിയോസ് ഇടുമ്പോഴും ഒക്കെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, അത് എൻ്റെ ഫ്രണ്ട്സ് അവൾക്ക് വേണ്ടിയിട്ട്, അതായത് പുഷ്പാഞ്ജലിയ അങ്ങനെയൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കഴിക്കുന്നു, അവൾക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്നു. അപ്പൊ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അങ്ങനെ ആവാൻ പറ്റും, അതിനൊക്കെ ഞാൻ പറയല്ലേ. അപ്പൊ എല്ലാവരും പ്രാർത്ഥനക്ക്, എല്ലാവരും സപ്പോർട്ടിനും. ഫുട്ബോളിലെ ആ അൾട്ടിമേറ്റ് ആ എയിം എന്താണ്? അൾട്ടിമേറ്റ് എയിം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പുറത്തുള്ള അബ്രോഡ് കളിക്കണം, പിന്നെ ഫിഫ വേൾഡ് കപ്പ്, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് 11 കളിക്കാന്ന് പറയുമ്പോൾ അത് കളിക്കണം. അതിനുവേണ്ടി എൻ്റെ അടുത്ത ഒരു ഹാർഡ് വർക്ക്, നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ ഒരു 16-17 വയസ്സ് പ്രായമുള്ള കുട്ടികളല്ലേ ഇപ്പോൾ ആ ടീമിലുള്ളതെല്ലാം, അവരെല്ലാവരും ആ ഒരു സ്പിരിറ്റിലാണോ? എല്ലാവരും ശരിക്കും നാളത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോം കണ്ടുകൊണ്ടാണോ അവരെല്ലാം? അതെ, ഓഫ് കോഴ്സ്. കാരണം നമ്മുടെ മുമ്പ് ഗേൾസിനൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ആക്കി കളഞ്ഞു. കാരണം കുറെ പേര് പറയണ്ടേ വുമൻസിനെ കൊണ്ടൊന്നും എവിടെ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞേ. ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവരും വെച്ചിട്ട് ഇപ്പോൾ മെൻസിനേലും കൂടുതൽ നിങ്ങളുടെ മുമ്പിലേക്ക് വുമൻസാണ്. ഈ വർഷം ഹിസ്റ്ററി ആയിട്ട് ഈ വർഷം 3 വുമൻസ്, ഏഷ്യ 3 എന്നാണ് കാറ്റഗറി ക്വാളിഫൈ ആയി. വുമൻസിനെ കൊണ്ടെല്ലാം പറ്റും. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം മാത്രമാണ്. നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂകൾ നമ്മൾ ചെയ്യും. ഈ വരും വർഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഓരോ കപ്പടിച്ച് വരുമ്പോൾ ഞങ്ങൾ വരും ഇൻ്റർവ്യൂ ചെയ്യാൻ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് മോളെ ഇങ്ങനെ വീട്ടിൽ വന്നിങ്ങനെ ചെറിയൊരു ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ഇതുപോലെ വലിയ വലിയ ചാനലുകാർ വന്ന് ഇൻ്റർവ്യൂ ചെയ്യും. ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ തമ്പുരാൻ്റെ കൃപ കൊണ്ട് വലിയ വലിയ തലങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. ഇന്ത്യൻ ഗോൾ കീപ്പറായി നാളത്തെ നമ്മുടെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ വരുന്നൊരു ദിവസം വരും. ആ ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, പരിശ്രമിക്കാം, മാക്സിമം എന്തെല്ലാം രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. ജനങ്ങൾ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.